ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലക്ഷ്യം ഇൻഡ്യൂഷൻ ബിഹൈൻഡ് ട്രിഗണോമെട്രി. അതായത് ട്രിഗണോമെട്രി വെറുതെ കുറേ ഫോർമുലയായിട്ട് പഠിക്കുന്ന പകരം എന്താണ് ട്രിഗണോമെട്രി, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സ്കൂളിൽ പഠിച്ച ട്രിഗണോമെട്രിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലായിരിക്കും ഈ വീഡിയോ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരു ആഡ് ഓൺ പോയിന്റ് ആണ്. അപ്പം വീഡിയോയിലേക്ക് ഒന്നും കൂടെ കിടക്കാം. ആദ്യമേ തന്നെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്നൊരു കോൺസെപ്റ്റിലേക്കാണ് കടക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ നമ്മൾ അസ്യൂം ചെയ്യുക. അതിന് മൂന്ന് ആംഗിളുകൾ, ഒന്ന് ആൽഫ, ഒന്ന് ബീറ്റ, ഒന്ന് ഗാമ. ആൽഫക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എ ആണ്, ബീറ്റക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ബി ആണ്, ഗാമക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് സി ആണ്. വേറെ ട്രയാങ്കിൾ നമ്മൾ അതേപോലെ കൺസ്ട്രക്ട് ചെയ്യണം. അതേ ആംഗിളിൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ, അതായത് ആൽഫ ബീറ്റ ഗാമ എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സൈഡ് എപ്പോഴും ആൽഫക്ക് ഓപ്പോസിറ്റ് സൈഡ് കെ എ, ബീറ്റക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കെ ബി, ഗാമക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കെ സി ആയിരിക്കും. അതായത് കെ എന്നതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് എപ്പോഴും സെയിം ആയിരിക്കും. ഇപ്പോൾ ഞാൻ ആൽഫക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ സൈഡ് ഡിവൈഡ് ബൈ ബീറ്റക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, അതായത് എ ബൈ ബി എടുക്കുവാണ് ഇവിടെ തന്നെ ആൽഫക്ക് ഓപ്പോസിറ്റ് കെ എ ആണ്, ബീറ്റക്ക് ഓപ്പോസിറ്റ് കെ ബി ആണ്. അപ്പം ഇവിടെ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എ ബൈ ബി തന്നെയായിരിക്കും. അതായത് ഇവിടുത്തെ ഉത്തരം തന്നെയാണ് ഇവിടെയും കിട്ടിയത്. ഇതാണ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ കോൺസെപ്റ്റ്. അതായത് ആംഗിളുകൾ സെയിം ആയി കൊണ്ടൊരു രണ്ട് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് സെയിം ആയിരിക്കും. ഇതാണ് സിമിലർ ട്രയാങ്കിൾസ് വിത്ത് റൈറ്റ് ആംഗിൾസ്. അതിൽ അത്ര വലിയ മാറ്റമൊന്നുമില്ല. അതായത് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്, അതിൻ്റെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. പിന്നെ ഇവിടെ ആൽഫ ബീറ്റ, ആൽഫക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എ ആണ്, ബീറ്റക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ബി ആണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് സി ആണ്. നമ്മൾ വലിയൊരു ആംഗിൾ, വലുതെന്നല്ല, അതേ ആംഗിളുള്ള വേറൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ഇത് ആൽഫ ബീറ്റ, ആൽഫക്ക് ഓപ്പോസിറ്റ് കെ എ ആയിരിക്കും, ബീറ്റക്ക് ഓപ്പോസിറ്റ് കെ ബി ആയിരിക്കും. പിന്നെ സിയുടെ സ്ഥാനത്ത്, അതായത് എന്താണ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കെ സി ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെ രണ്ട് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ, അതായത് ഇപ്പോൾ ഇവിടെ എയും ഇവിടെ എ ബൈ ബി ആയിരിക്കും. ആൽഫക്ക് ഓപ്പോസിറ്റ് സൈഡ് എ ആയിരിക്കും, ബീറ്റക്ക് ഓപ്പോസിറ്റ് സൈഡ് ബി ആയിരിക്കും. അതുപോലെ ഇവിടെ ആൽഫക്ക് ഓപ്പോസിറ്റ് സൈഡ് കെ എ ആണ്, ബീറ്റക്ക് ഓപ്പോസിറ്റ് സൈഡ് കെ ബി ആണ്. അത് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? എ ബൈ ബി ആയിരിക്കും. അതായത് ഇവിടെ കിട്ടിയ അതേ ഉത്തരം തന്നെയായിരിക്കും. ഇത് വേറെ എല്ലാ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ അത് തന്നെയായിരിക്കും. ഇവിടെ ബി ബൈ സി വരുമ്പോൾ ഇവിടെ കെ ബി ബൈ കെ സി വരും. അങ്ങനെ എല്ലാ റേഷ്യോസും ഇവിടെ സെയിം ആയിരിക്കും. നേരം പറഞ്ഞത് തന്നെ ട്രിഗണോമെട്രിയുടെ ബേസ് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഓരോ റേഷ്യോകൾക്ക് ഓരോ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം ഞാനൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. റൈറ്റ് ട്രയാങ്കിളാണ്. ഇപ്പം ഞാൻ ഒരു ആംഗിൾ തീറ്റ എന്ന് വിളിച്ചു വന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആൽഫ എന്ന് വിളിക്കുവാണ്. അപ്പോൾ നമുക്കറിയാവുന്നവരാണ് ആൽഫ പ്ലസ് തീറ്റ പ്ലസ് 90 ഡിഗ്രി, അല്ലെങ്കിൽ പൈ ബൈ 2 എന്ന് വിളിക്കാം. 90 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ആൽഫ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിനെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണെങ്കിൽ മറ്റേ ആംഗിളും കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം അതുകൊണ്ട് കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമ്മൾ രണ്ട് ആംഗിളിനെ ഒന്നിച്ച് പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ആംഗിളിനെ മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. ഓക്കെ, അതായത് ഞാൻ ഇതേ പുതിയൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഇവിടെ തീറ്റ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടുത്തെ ആംഗിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാലും കുഴപ്പമില്ല, അത് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങളുടെ കാൽക്കുലേഷനിലൊക്കെ ഞാനിനി ഒറ്റ ആംഗിളെ പറയത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ആംഗിൾ വെച്ചുകൊണ്ടുള്ള റേഷ്യോസ് ഇനി സംസാരിക്കാം. അപ്പം ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ ഒ എന്ന് വിളിക്കുകയാണ്, അതായത് ഓപ്പോസിറ്റ് എന്ന ഒ. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ളതിനെ എ എന്നും ഹൈപ്പോട്ടന്യൂസിനെ എച്ച് എന്നും വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അത് എത്രയൊക്കെ വലിയ ട്രയാങ്കിൾ ആയാലും ശരി, അല്ലെങ്കിൽ എത്രയൊക്കെ ചെറിയ ട്രയാങ്കിൾ ആയാലും ശരി, ഒരു ആംഗിൾ 90 ഡിഗ്രി, മറ്റേ ആംഗിൾ ഒരു കോൺസ്റ്റൻ്റ് ആയൊരു സംഖ്യയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോസ് തമ്മിൽ സെയിം ആയിരിക്കും. അതായത് ഇപ്പം സൈൻ തീറ്റ എന്ന് പറയുവാണെങ്കിൽ അതെന്തായിരിക്കും? അത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് നമ്മളങ്ങനെ പേരിട്ട് വിളിക്കുക ആ ഒരു റേഷ്യോയാണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന റേഷ്യോനെ സൈൻ തീറ്റ എന്ന് വിളിക്കുവാണ്. അതുപോലെ തന്നെ കോസ് തീറ്റ എന്നാൽ അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്.
നമ്മൾ ആ ഒരു പേര് അഡ്ജസ്റ്റൻറ്റ് ബൈ ഹൈപ്പോട്ടൻസ് ആയിട്ടുള്ള ആ ഒരു റേഷ്യോ ആ പേര് വിളിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഒരു വലിയ ട്രയാങ്കിൾ ഇതേ ആംഗിൾ വെച്ച് കൺസ്ട്രക്ട് ചെയ്താലും ആ കോസ് തീറ്റയുടെ വാല്യൂ സൈൻ തീറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത് ഞാൻ ഇനി വൈകാതെ തന്നെ പറയും. ഇതാ ടാൻ തീറ്റ എന്ന് എടുക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്. അതുപോലെ ഇതിൻ്റെ എല്ലാം റെസിപ്രോക്കലായിട്ടും കുറേ റേഷ്യോസ് ഉണ്ട്. അതായത് സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക്ക്, അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. അതായത് ഇതിൻ്റെ റെസിപ്രോക്കൽ നേരെ തിരിച്ചിട്ടിരിക്കുന്നു. കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക് തീറ്റ എന്നുണ്ട്. സീക്ക് തീറ്റ, അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്. ടാനിൻ്റെ ഇത് കോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ റേഷ്യോകൾ വരുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഐഡൻറ്റിറ്റി കൂടി അറിഞ്ഞിരിക്കണം. ഒരു ടാൻ 45ൻ്റെ വാല്യൂ എന്നത് 1 ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടുത്ത എക്സാമ്പിൾ പറയാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ നിങ്ങളൊരു പോസ്റ്റിലേക്ക് നോക്കുകയാണെന്നിരിക്കട്ടെ. ഇതൊരു പോസ്റ്റാണ്, ഒരു തൂണ്. ഓക്കെ, നിങ്ങളിത് ഇവിടെ നിന്നാണ് നോക്കുന്നതെന്നിരിക്കട്ടെ. നിങ്ങളിത് ഇവിടുന്ന് ഇതിൻ്റെ തൂണിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, നിങ്ങൾ ആ തൂണ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതൊരു 1 മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ തൂണിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തൂണിൻ്റെ ഹൈറ്റിനെ ജസ്റ്റ് എച്ച് എന്ന് വിളിക്കുക. ഹൈറ്റ് എന്ന എച്ച്. അപ്പോൾ നമുക്കറിയാം ടാൻ 45 എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇവിടെ. നമുക്കത് ഇവിടെ നോക്കി കാണാം. ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് അല്ലേ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അത് 1 ആണ്. നമുക്കറിയാം ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം എല്ലാ ട്രയാങ്കിളിലും ടാൻ 45 1 ആയിരിക്കും. അത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു എന്തുകൊണ്ടാണെന്ന്. ട്രയാങ്കിളിൻ്റെ വലിപ്പം മാറുന്ന പറഞ്ഞാൽ ആ റേഷ്യോസ് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ടാൻ 40, അപ്പം ഇവിടെ h/1 എന്ന് പറഞ്ഞാൽ എച്ച് തന്നെയാണ്. ഈക്വൽ ടു ടാൻ 45 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് 1 മീറ്റർ എന്ന് കിട്ടി. അതായത് നമുക്ക് ഈ തൂണിൻ്റെ ഹൈറ്റ് അളന്ന് നോക്കാതെ കഴിഞ്ഞാൽ നമുക്ക് 1 മീറ്റർ എന്ന് ഉത്തരം കിട്ടുകയാണ്. പക്ഷേ റിയൽ ലൈഫ് സിനാരിയോട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹൈറ്റ് കാണും. അപ്പോൾ തൂണിന് അതിൻ്റേതായ ഹൈറ്റ് കൂടെ കൂടും. അതായത് നമ്മുടെ ഹൈറ്റിനെ h ഡാഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ തൂണിൻ്റെ ഹൈറ്റ് ചിലപ്പോൾ h+h' ആയിരിക്കും. അതായത് നമ്മുടെ ഹൈറ്റ് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ കിട്ടിയ ഉത്തരത്തിൻ്റെ കൂടെ അതൊന്ന് ആഡ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് 4 ക്വാഡ്രൻറ്റുകളെ കുറിച്ചാണ്. അതായത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പ്ലെയിനിലാണ് ഇത് നമ്മൾ വരക്കുന്നത്. ഇതാണ് 4 ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇങ്ങനെ 4 ക്വാഡ്രൻറ്റുകളുണ്ട്. ഇത് നമ്മളിപ്പം ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് വൈ ആക്സിസ്, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് എക്സ് ആക്സിസ്, ഇത് നെഗറ്റീവ് വൈ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു, ഇങ്ങനെയൊക്കെ അടയാളപ്പെടുത്താൻ. ഇനിയിപ്പം ഇവിടെ ഇപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ വെക്കാൻ നിർത്തും. ഈ സെൻറ്ററിൽ നിന്നായിരിക്കും നമ്മൾ തീറ്റ അളക്കുന്നത്, അതായത് ആംഗിൾ അളക്കുന്നത്. ഇന്ന് ട്രയാങ്കിൾ വെക്കുവാന്നിരിക്കട്ടെ. ഇവിടെ ഇതിൻ്റെ ഈ ഒരു സൈഡ് പോസിറ്റീവ് ആയിരിക്കും, മറ്റേ സൈഡും പോസിറ്റീവ് തന്നെയായിരിക്കും. അത് ഓപ്പോസിറ്റ് അഡ്ജസൻറ്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ഏതെല്ലാം റേഷ്യോകൾ കൺസ്ട്രക്ട് ചെയ്താലും അതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം, അതായത് ഞാൻ ഓളെന്ന് എഴുതുവാണ്, എല്ലാം ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ നിന്നൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെതാ ഒരു സൈഡ് ഇവിടെ നെഗറ്റീവാണ്, ഈ സൈഡ് നെഗറ്റീവ് ആയിരിക്കും, ഈ സൈഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇതേതാണ് സൈഡ്. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവായ 2 സൈഡും കൂടെ നോക്കാം. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളത് എന്താണ്, ഓപ്പോസിറ്റും പിന്നെ ഹൈപ്പോട്ടന്യൂസും. ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഈ ഹൈപ്പോട്ടന്യൂസും. അപ്പം ഓപ്പോസിറ്റും ഹൈപ്പോട്ടന്യൂസും തമ്മിലുള്ള വരുന്ന റേഷ്യോസ് ഏതൊക്കെയാണ്, സൈൻ പിന്നെ കൊസീക്ക്. ഓക്കെ, അത് സൈനും പിന്നെ സൈനിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും. അപ്പം ഇവിടെ സൈനും കൊസീക്കും മാത്രമായിരിക്കും പോസിറ്റീവ്. കാരണം ഇവിടെ ബാക്കി എല്ലാത്തിലും ഈ ഒരു ലെങ്ത് കടന്നു വരുന്നുണ്ട്, അതിൻ്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതൊരിക്കലും കണക്കിലെടുക്കാം. ഇത് കണക്കിലെടുക്കുകയാണെങ്കിൽ ഉത്തരം നെഗറ്റീവായി പോകും. അതുകൊണ്ട് തന്നെ ഇത് കണക്കിലെടുക്കാത്തത് സൈനിലും കൊസീക്കിലും മാത്രമാണ്. സൈനും കൊസീക്കും മാത്രമാണ് ഇതും കൂടെ ഉപയോഗിക്കുന്നത്. ഈ പോസിറ്റീവ് ആയിട്ടുള്ള 2 കൂടെ ഉപയോഗിക്കുന്നത് സൈനും കൊസീക്കും മാത്രമാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്തിരുന്നെങ്കിലും
ഇതേ ഉത്തരം തന്നെ കിട്ടിയതിന്. ഓക്കെ, അത് എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. കാരണം ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തീറ്റ കൺസ്ട്രക്റ്റീവ് ആണ്, ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡ് നെഗറ്റീവ് ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ അഡ്ജസെൻറ്റ് പോസിറ്റീവാണ്, ഹൈപ്പോട്ടൻയൂസും പോസിറ്റീവാണ്. ക്ഷമിക്കണം, അഡ്ജസെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് വരുമ്പോൾ അതെന്തായി പോയിക്കോളും, പോസിറ്റീവ് ആയി പോയിക്കോളും. അപ്പം അഡ്ജസെൻറ്റും ഓപ്പോസിറ്റും കൂടെ വരുന്നത് ടാനിലാണ്. ടാനിൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസെൻ്റ് ആണ്. അതേപോലെ ടാനിൻ്റെ റെസിപ്രോക്കലായ കോട്ടിലും എന്താണ്, അഡ്ജസെൻറ്റ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇത് രണ്ടും ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, കാരണം രണ്ടിൽ നെഗറ്റീവ് വരുമ്പോൾ അത് ക്യാൻസലായി പോയിക്കോളൂ. ഓക്കെ, ഇനി നമ്മൾ നാലാമതൊരെണ്ണം കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഇവിടെ ഞാൻ തീറ്റ എന്ന് വരച്ച് ഇവിടെ ഈ ഒരു ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇത് നെഗറ്റീവ് എക്സ് ആണല്ലോ, നെഗറ്റീവ് വൈ എക്സ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് ആയിരിക്കും, ഈ ഒരു ലെങ്ത്. അങ്ങനെയെങ്കിൽ ഈ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, ഈ പോസിറ്റീവും പിന്നെ ഇവിടുത്തെ ഹൈപ്പോട്ടൻയൂസ് ആയിട്ടുള്ള പോസിറ്റീവും കൂടെ ചേരുമ്പോൾ എന്താണ്, അഡ്ജസെൻറ്റും ഹൈപ്പോട്ടൻയൂസും കൂടെ ചേരുന്ന റേഷ്യോ നോക്കണം. അതായത് കോസ്. ഓക്കെ, കോസ്റ്റ് ആണെങ്കിൽ അഡ്ജസെൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടൻയൂസ്. അതേപോലെ കോസിൻ്റെ റെസിപ്രോക്കലായ സീക്കിലും ഇതേ റേഷ്യോസ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ കോസും സീക്കും ആയിരിക്കും പോസിറ്റീവ്. ഞാൻ ഇതൊന്നും കൂടെ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കലും ആയിരിക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കലും ആയിരിക്കും പോസിറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കലും ആയിരിക്കും പോസിറ്റീവ്. ഓക്കെ, ഇവിടെ നമ്മളിതിന് ഓർത്ത് വെക്കാൻ ഓൾ സിൽവർ ടീ കപ്സ് എന്ന കോഡ കോച്ച് സ്കൂളിലൊക്കെ പഠിപ്പിച്ചായിരുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഇൻഡ്യൂഷൻ. ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യണത്. ഇതെന്തുകൊണ്ടാണ് പോസിറ്റീവ് ആയത്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ള നെഗറ്റീവ് ആകുന്നത് എന്നാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. നമ്മൾ ഈ അറിവ് വെച്ചുകൊണ്ട് ഒരു സൈൻ എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. അതായത് ഓക്കെ, y ഈക്വൽ സൈൻ എക്സ് എന്നാണ് ഈ ഗ്രാഫ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ്. അതായത് ഇങ്ങോട്ട് സൈൻ എക്സ് ആയിരിക്കും, ഇങ്ങോട്ട് എക്സ് ആയിരിക്കും. അത് കാണുന്നില്ല. ഓക്കെ, ഇങ്ങോട്ട് എക്സ് ആയിരിക്കും. നമുക്ക് ഇവിടെ 1 എന്ന് വിളിക്കാം, ഇവിടെ -1 എന്ന് വിളിക്കാം. അതായത് സൈൻ എക്സിൻ്റെ വാല്യൂ 1-നും -1-നും ഇടയിലായിരിക്കും. ഓക്കെ, അപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ഗ്രാഫിന് ഇതുപോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് 90 ഡിഗ്രി, ഇവിടെയാണ് 180 ഡിഗ്രി, 270, 360. ഓക്കെ, നമുക്കറിയാം ആദ്യത്തെ ക്വാഡ്രൻറ്റിൽ, അതായത് 0-ക്കും 90-ക്കും ഇടയിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അതായത് അവിടെ സൈനും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ സൈൻ 90 എത്തുമ്പോഴേക്കൂടെ മാക്സിമം വാല്യൂയിലേക്ക് എത്തും. പിന്നീട് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും സൈൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സൈൻ പിന്നീട് 0-യിലേക്ക് പോകുമെങ്കിലും ആ 0-ക്കും 180-ക്കും ഇടയിൽ സൈൻ നോക്കിയാൽ മുഴുവനും പോസിറ്റീവാണ്. അത് ഇവിടെ നെഗറ്റീവിലോട്ട് എത്തിയിട്ടില്ല. പിന്നീട് ഓക്കെ, ഇനി 180-ക്കും 270 ഡിഗ്രിക്കും ഇടയിൽ, അതായത് ഇവിടെ നമുക്കത് ഇവിടെ 0 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, അത് നമുക്കറിയാം 90 ഡിഗ്രി. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒന്നും കൂടെ ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്. അപ്പം 180 ഡിഗ്രി. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഒന്നും കൂടെ ഒരു 90 ഡിഗ്രി റൊട്ടേഷൻ ഉണ്ട്, 270. പിന്നെ ഇവിടെയൊക്കെ പിന്നെ തിരിച്ചെത്തുമ്പോൾ 360 ഡിഗ്രി. അത് നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. അതാണ് ഇവിടെ ഇനിയിപ്പം 180 ഡിഗ്രിക്കും 270 ഡിഗ്രിക്കും ഇടയിലാണ്. അവിടെ ടാനും അതിൻ്റെ റെസിപ്രോക്കലും മാത്രമാണ് ഇവിടെ പോസിറ്റീവ്. അപ്പം സൈൻ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. അത് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സൈൻ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് സൈഡിലാണ്, നെഗറ്റീവ് 1-ലോട്ടാണ് പോകുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ 270-ക്കും 360-ക്കും ഇടയിലും സൈൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, പിന്നെ അത് തിരിച്ച് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലേക്ക് എത്തും. അപ്പോൾ സൈൻ പിന്നെയും പോസിറ്റീവ് ആകും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ കോസിൻ്റെത് വരക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഇതെന്തുകൊണ്ട് വരുന്നത് ഞാനിവിടെ പറയുന്നില്ല. 180, 270, 360. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ പാറ്റേൺ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു വേവ് ആണ്. അപ്പോൾ നമുക്കിനി വേവിൻ്റെ ഇക്വേഷനിലേക്ക് പോകാം. ഓക്കെ, ഇതിപ്പോൾ y ഈക്വൽ ടു സൈൻ എക്സ് എന്നൊരു ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഇതൊരു വേവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ,
ഇനിയിപ്പോൾ നമുക്ക് ഈ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ മാക്സിമം 1 മിനിമം -1 ആണ്. അപ്പോൾ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വാല്യൂ ഇൻക്ലൂഡ് ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് ഇപ്പം ഇപ്പോൾ എ എന്ന് വിളിക്കുവാന്നിരിക്കട്ടെ. അപ്പോൾ എ സൈൻ എക്സ് എന്ന് വരും. സ്വാഭാവികമായിട്ട് ഇവിടെ മാക്സിമം വാല്യൂ എന്താകും? എ ആയി മാറും. കാരണം എ ഇൻറ്റു സൈൻ എക്സ് ആണല്ലോ. അപ്പോൾ -1 ഇവിടെ +1 ഇവിടെ -1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലസ് എ ഇവിടെ എ ഇൻറ്റു 1. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? എ ആയിരിക്കും. അത് മാക്സിമം വാല്യൂ എ ആയി മാറും. ഓക്കെ, പിന്നെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -1 ഇൻറ്റു എ ആയിരിക്കും. അങ്ങനെ മിനിമം വാല്യൂ എന്നത് -a ആയി മാറും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു വേവിനൊരു വേവ് ലെന്ത് കാണും. അതിന് നമുക്ക് ലാംഡ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലാംഡയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വേവ് ഇക്വേഷനെ പുതിയ രീതിയിലേക്ക് മാറ്റാം. y = a sin 2π/λx. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റൻ എങ്ങനെ വന്നത്? ഞാനിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ എക്സിന് ലാംഡ എന്ന വാല്യൂട്ട് വിളിക്കുവാന്നിരിക്കട്ടെ. ഓക്കെ, അത് y ഓഫ് ലാംഡ എന്ന് വിളിക്കുവാണ്. ഓക്കെ, അതായത് a sin 2π/λ എക്സിൻ്റെ വാല്യൂ ലാംഡയായി. ഓക്കെ, അപ്പോൾ ലാംഡ ക്യാൻസൽ ചെയ്യുമ്പോൾ സൈൻ 2π എന്ന് വരും. സൈൻ 2πയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ 0 വരും. അതായത് ഈ ഒരു പോയിന്റാണ് ഞാൻ ലാംഡ എന്ന് വിളിച്ചത്, ഈ ഡിസ്റ്റൻസ്. അതായത് ഇതാണ് വേവ് ലെന്ത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് വേവിൻ്റെ ലെങ്താണ് ഒരു വേവ് ലെങ്ത്. ഓക്കെ, അതാണ് ലാംഡ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ y ഓഫ് ലാംഡ എന്ന് പറയുമ്പോൾ ഈ ലാംഡ എന്നുള്ള ഈ പോയിന്റ്, അതായത് ഈ ലെങ്ത്, അത് ഈ പോയിന്റിലുള്ള വൈയുടെ വാല്യൂ ആണ്. അത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. ഈ ഇങ്ങനെ സൈൻ 2π/λ എന്നിട്ട് കൊടുക്കുമ്പോൾ. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതായത് വേവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ടും ട്രിഗണോമെട്രിയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനിയുള്ളതാണ് പൈതഗോറസ് തിയറം ഇൻ ട്രിഗണോമെട്രി. അതായത് ഞാനിപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുവാണ്. ട്രയാങ്കിൾ തീറ്റയാണ്. ഒരു സൈഡ് ഞാൻ എക്സ് എന്ന് വിളിക്കുവാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പൈതഗോറസ് തിയറം എന്താ നമുക്കറിയാം. അതായത് ഇവിടെ എയും ബിയും ആണ്. ഓക്കെ, അപ്പം a² + b² = x² ആണല്ലോ, അതെല്ലാവർക്കും അറിയാം. ഇനി ഈ എ എന്ന് പറഞ്ഞാൽ എന്നത് നമുക്ക് എങ്ങനെ എക്സിൻ്റെ രൂപത്തിൽ എഴുതാൻ പറ്റും? നമുക്കറിയാം cos θ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് a/x ആണ്. അതായത് എ എന്ന് പറയുന്നത് x cos θ ആണ്. ഓക്കെ, അതുപോലെ ബിയെ നമുക്ക് എക്സിൻ്റെ രൂപത്തിൽ എഴുതാൻ പോകുകയാണ്. സൈൻ θ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് b/x. സോ b/x, അതായത് നമുക്ക് ബിനെ നമുക്ക് x sin θ എന്ന് എഴുതാം. ഓക്കെ എഴുതാം. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇനി നമ്മൾ നമ്മൾ ഈ ട്രയാങ്കിളിലെ വാല്യൂ ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടെ ഒരു പുതിയ ട്രയാങ്കിൾ വരയ്ക്കുവാണ്. ഈ ട്രയാങ്കിൾ തന്നെയാണ് എക്സ്. ഓക്കെ, ഇവിടെ എക്ക് പകരം എന്താണ് എക്സ് കോസ് θ, ബിക്ക് പകരം എക്സ് സൈൻ θ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ നേരത്തെ കാണിച്ച പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുവാണ്. അതായത് a² + b² = c², അല്ലെങ്കിൽ ഇവിടെ x². ഓക്കെ, അതായത് ഇവിടെ ഞാൻ ആദ്യം ബിനെ എഴുതുവാണ്. എക്സ് സൈൻ θ² + എക്സ് കോസ് θ² = x². നമുക്ക് ഈ വാല്യൂ ഉള്ളിലോട്ട് കൊടുക്കുകയാണെങ്കിൽ x² sin² θ + x² cos² θ = x². നമ്മൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും x² കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഇവിടെ x² ക്യാൻസൽ ആയിപ്പോൾ, ഇവിടെ ഓരോ x² ആയിട്ട് ക്യാൻസൽ ആയിപ്പോൾ. അഥവാ sin² θ + cos² θ = 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് പൈതഗോറസ് തിയറം ഇൻ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ഇത്രയും കൂടെയുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഈ എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു ഡെറിവേഷൻ ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള എല്ലാ എക്സും 1 ആയി പോകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആദ്യം തന്നെ sin² θ + cos² θ = 1 എന്ന് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റൻ്റെ രണ്ട് സൈഡിലും പലതും വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റനെ ഒന്ന് പുതുക്കി എടുക്കാൻ സാധിക്കും. അതായത് sin² θ + cos² θ = 1. ഓക്കെ, ഇതിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ cos² θ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും
സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ്. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ ടാൻ തീറ്റ എന്നാൽ എന്താണ് ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. ഞാനിവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹൈപ്പോട്ടൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ കിട്ടിയ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റയാണ്. ഡിനോമിനേറ്ററിലെ അഡ്ജസൻറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. ഇങ്ങനെയാണ് നമുക്ക് ടാൻ തീറ്റ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റനെ തിരിച്ചു വരാം. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നത് ടാൻ സ്ക്വയർ തീറ്റയാണ്. പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ 1 ആൻഡ് ദ റെസിപ്രോക്കൽ ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്നത് സീക്ക് സ്ക്വയർ തീറ്റയാണ്. ഇതും ഇതേപോലെ പൈതഗോറസ് തിയറം ട്രിഗണോമെട്രിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് ആ ഉത്തരം തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തുന്നേ ഉള്ളൂ. നമ്മൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും രണ്ട് സൈഡിലും എന്തുവാണ് സൈൻ സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. 1 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്നത് കോസ് സ്ക്വയർ തീറ്റയാണ്. ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ എന്നാൽ കൊസീക് സ്ക്വയർ തീറ്റയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമേ നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്നൊരു കോൺസെപ്റ്റാണ് പറഞ്ഞത്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും സെയിം ആണെങ്കിലാണ് അതിന് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അത്തരം രണ്ട് വ്യത്യസ്ത സൈസിലുള്ള സിമിലർ ട്രയാങ്കിൾസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോസ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ പിന്നീട് സിമിലർ ട്രയാങ്കിൾസ് വിത്ത് റൈറ്റ് ആംഗിൾ എന്ന ഒരു അടുത്ത കോൺസെപ്റ്റിലേക്കാണ് പോയത്. അവിടെ സിമിലർ ട്രയാങ്കിൾസിന് തന്നെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പം എന്താണ് അവിടെ നമ്മൾ ട്രിഗണോമെട്രിയിൽ കിടക്കണം. ട്രിഗണോമെട്രിയിൽ നമ്മൾ റൈറ്റ് ആംഗിൾസ് വെച്ചാണ് ഓരോ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ഇത് തന്നെ സംഭവിക്കുന്നത്. രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ എന്താണ് സൈഡ്സിൻ്റെ റേഷ്യോസ് തമ്മിൽ സെയിം ആയിരിക്കും. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരാംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ബാക്കി രണ്ടാംഗിളും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിന് മുഴുവൻ ആംഗിൾസും 180 ഡിഗ്രി ആയതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ട്രയാങ്കിളിൽ 3 ആംഗിളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ മാത്രം പറഞ്ഞാൽ മതി. വേറെ എണ്ണം 90 ആയിരിക്കും, വേറെ എണ്ണം കോൺസ്റ്റൻറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ആംഗിളും കൂടെ ഒന്നിച്ച് പറയേണ്ട ആവശ്യമില്ല, ഒരൊറ്റ ആംഗിൾ മാത്രം പറഞ്ഞാൽ മതിയായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ക്വാഡ്രന്റ് എന്നതിലേക്ക് പോയി. ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ടാനും കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും ആയിരിക്കും പോസിറ്റീവ്. പിന്നീട് നമ്മൾ വേവ് ഇക്വേഷനിലേക്കാണ് പോയത്. അതായത് ആ ക്വാഡ്രന്റിൽ നിന്നും സൈനിൻ്റെ വേവ് കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് അതിന് നമ്മൾ ഫിസിക്സിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം നമ്മൾ പൈതഗോറസ് തിയറം മാത്സിലേക്ക് അപ്ലൈ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയെ കുറിച്ചുള്ളൊരു ഇൻഡ്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ കുറേ മിസ്റ്റേക്ക് കാണും. പിന്നെ ഞാൻ കുറേ വെക്കിയിട്ടുണ്ട്, അത് ഉള്ളതാണ്. അപ്പം ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതുണ്ടെങ്കിൽ അത് തിരുത്തണമെങ്കിൽ കമൻറ്റിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.